നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ ഈ ഉത്തരം മുട്ടിയുള്ള കളികളും അവിടെ എവിടെയും തൊടാതെയുള്ള മറുപടികളും കേൾക്കുമ്പോ തന്നെ അറിയാം ഇന്നലത്തെ നിങ്ങൾ തമ്മിലുള്ള വഴക്കിന് തക്കതായ കാരണമുണ്ടെന്ന്. അർച്ചനടുത്തി അല്ലാതെ വേറെ ആരെങ്കിലും ആ സ്ഥാനത്തുണ്ടോ? എന്നോട് ഏട്ടന് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറയാം. ഏട്ടനോട് ചോദിക്കാൻ അപ്പൊ പറയേണ്ടി വരുമല്ലോ. നീ എന്താ വായി തോന്നൊക്കെ ചോദിക്കുന്നേ? ഞാനൊന്നും മിണ്ടാ നിൽക്കുന്നെന്ന് കരുതി എന്റെ തലക്കറി നിരങ്ങുവാണോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നമാണ്. അത് ഞങ്ങളായി തന്നെ തീർത്തോളാം. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അത് വഷളാക്കരുത്. പറഞ്ഞേക്കാം, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയണോന്ന്. അതൊന്നും വേണ്ട സച്ചേട്ടാ. പാവ ഏട്ടത്തെ കരഞ്ഞ മുഖത്തോടെ കണ്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നി. അതിന് കാരണക്കാരി ഞാൻ മാത്രമാണല്ലോ എന്ന് ആലോചിച്ചപ്പോ അതിലും സങ്കടം തോന്നി. അതുകൊണ്ടാ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. ഇത്രമാത്രം കാപട്യം കാണിക്കാൻ നീ വളർന്നൂന്ന് ഇപ്പഴാ ഞാൻ മനസ്സിലാക്കുന്നേ. ഞാൻ കരുതിയത് നിനക്ക് സച്ചി കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും അടുപ്പവും എന്നോടാണെന്നാ. പക്ഷെ ഇപ്പൊ മനസ്സിലായി അത് വെറും തോന്നല് മാത്രമാണെന്ന്. അയ്യോ എഴുതി, ഇന്നലെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. സച്ചേട്ടൻ വന്നപ്പോ ഞാനൊരു തമാശ പറഞ്ഞത് സച്ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. ആ തമാശയൊന്ന് കേക്കട്ടെ. അല്ല, അതെന്ത് തമാശയാ? ഒരു തമാശ കേട്ട പാടെ ഒരുത്തം വീട് നടുങ്ങുന്നത് പോലെ ദേഷ്യപ്പെടുക, വീടിനകത്തുള്ള സാധനങ്ങൾ വലിച്ചെറിയുക. അങ്ങനെയുള്ള തമാശ ഞാനും കൂടെ അറിയണമല്ലോ. അച്ചുവേട്ടത്തെ സച്ചേട്ടൻ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒന്നു മാത്രം സച്ചേട്ടൻ ഓർത്തോ, അച്ചുവേട്ടത്തിന്റെ മുഖം സങ്കടപ്പെട്ട അത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് എന്നെയും സന്ദീപേട്ടനെ ആയിരിക്കും. കാരണം അച്ചുവേട്ടത്തി ഞങ്ങൾക്ക് വെറും ഒരു ഏട്ടത്തി മാത്രമല്ല, എല്ലാമാണ്, എല്ലാം. നീ എന്നെ വെറും മണ്ടിയാക്കിയതാണോ അതോ ഞാൻ അങ്ങനെയാണെന്ന് തോന്നുന്നതുകൊണ്ട് പറയുന്നതാണോ? അയ്യോ അങ്ങനെയൊന്നും അല്ല. എനിക്കൊന്നും അറിയില്ല എടുത്തി. തോന്നുന്ന പോലെ സച്ചേട്ടൻ പെരുമാറുന്ന. ചില നേരത്ത് എന്താന്ന് ചോദിക്കാൻ പോലും പേടിയാ. അവൻ ഇന്നലെ എന്തിനാ ഡ്രസ്സുകളൊക്കെ കട്ടില് വാരി വലിച്ചെറിഞ്ഞത്? അത് ഞാൻ ദേഷ്യം വന്നപ്പോ എടുത്തിട്ടതേ എടുത്തി. അതിന് ദേഷ്യം പിടിച്ച സച്ചേട്ടൻ അതൊന്നുകൂടെ എടുത്തെറിഞ്ഞതാ. ഇവളിൽ നിന്നും ഒരു സത്യവും കിട്ടുമെന്ന് കരുതണ്ട. ഇവർക്കിടയിൽ കാര്യമായി എന്തോ പ്രശ്നമുണ്ട്. എങ്ങനെ ചോദിച്ചാലും ഇവള് പറയില്ല. അവനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാം സ്വയം ഏൽക്കും, അല്ലെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടാക്കും. ഞാൻ കണ്ടുപിടിച്ചോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.